നമസ്കാരം. തെരഞ്ഞെടുപ്പ് വർഷം വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനവുമായി ഇന്നിതാ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. 10% സംവരണം. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് 10% സംവരണം വരുന്നത്. അതിന് 5 നിബന്ധനകളുണ്ട്. 1000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വീടുകൾ പാടില്ല, 5 ഹെക്ടറിൽ കൂടുതലുള്ള കൃഷിയിടം പാടില്ല തുടങ്ങിയ 5 നിബന്ധനകൾ. ഈ നിബന്ധനകൾക്ക് ശേഷം അതിൽ അർഹതയുള്ള ആളുകൾക്ക് 10% സംവരണം എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കടമ്പകളുണ്ട്. ലോക്സഭയിൽ പാസ്സായാലും രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം വേണം. അതുകൂടാതെ സംസ്ഥാനങ്ങളിൽ അതിന്റെ അംഗീകാരം നേടണം. ഇതിനൊക്കെ അപ്പുറം സുപ്രീം കോടതി വിധിയുണ്ട്. 50% സംവരണം പാടുള്ളൂ. ഈ 10% കൂടിയാൽ 60 ആവും. അപ്പോൾ അതും ഭരണഘടനാ ഭേദഗതി ചെയ്യണം. ഒരുപാട് പ്രതിബന്ധങ്ങൾ മുന്നിലുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നടപടിയാണ് ഇതിനെ ആൾക്കാർ അല്ലെങ്കിൽ വിദഗ്ധർ വിലയിരുത്തുന്നത്. പൊതുവേ ഇന്ന് പരിശോധിക്കുന്നതും ഈ വിഷയം തന്നെയാണ്. സാമ്പത്തിക സംവരണം തെരഞ്ഞെടുപ്പ് അജണ്ടയാണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കാൻ നമ്പർ 0471661588. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. പൊതുവേദി തുടങ്ങുന്നു. പ്രേക്ഷകർ സജീവമായി തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രദീപ് വെണ്ണിയൂരിൽ നിന്നും പ്രദീപാണ് ചേരുന്നത്. പ്രദീപ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? സാർ, ഇത് ഈ സംവരണം എന്നുള്ളത് ഇപ്പോഴേ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഇലക്ഷന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു 4 വർഷത്തിന് മുമ്പ് കൊണ്ടുവരാമായിരുന്നല്ലോ. തുടങ്ങിയ സമയങ്ങളിൽ തന്നെ ജയിച്ച് വന്ന സമയത്ത് തന്നെ അത് ചെയ്യാമായിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഈ സംവരണം പൊതുവെ നിർത്തലാക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരു മിഡിൽ കാസ്റ്റോ അല്ല മിഡിലോ അതല്ലെങ്കിൽ അപ്പർ മിഡിലോ ഉള്ളവരെ പിഴിഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അർഹത ഇല്ലാത്തവർക്ക് വരെ ഈ സംവരണം കൊടുക്കുന്നത്. ഇങ്ങനെ ലോകത്ത് ഒരു രാജ്യങ്ങളിലും ഈ സംവരണ സിസ്റ്റം സ്റ്റോപ്പ് ചെയ്ത് വരികയാണ്. ഒരുമാതിരിപ്പെട്ട എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു വികസിത രാജ്യങ്ങളിൽ ഒരിടത്തും ഈ സംവരണം ഇല്ല. എല്ലാവർക്കും ഈക്വാലിറ്റി. അതില് ജാതി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലോ സംവരണം കൊടുക്കാൻ പാടില്ല. അതില് യോഗ്യത ഉള്ള ഒരു ജനവിഭാഗം എന്ന വിഭാഗമായി തിരിക്കാതെ ജനത്തിന് ഒരു വ്യക്തിക്ക് അതിൽ സംവരണം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. യെസ്, പ്രദീപാണ് വെണ്ണിയൂരിൽ നിന്ന് പ്രതികരിച്ചത്. ഗിരിജ ചേരുന്നു എറണാകുളത്ത് നിന്നും. ഗിരിജ, താങ്കളുടെ നിലപാട്? ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പലരും പറയുമ്പോഴും ഇതിൽ കാര്യമുണ്ട്. എത്രയോ ഉയർന്ന ജാതിയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ, അതുപോലെ തന്നെ ജീർണ അവസ്ഥയിലുള്ള കുടുംബങ്ങളുണ്ടെന്നറിയോ? അവരുടെ കുട്ടികൾക്ക് ഒരു സഹായവും സർക്കാരിൽ നിന്നും കിട്ടുന്നില്ല. നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ പാതി വഴി വെച്ച് തീർച്ചയായും ഇത് രാഷ്ട്രീയ അജണ്ടയാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പൊ താങ്കൾക്ക് തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ പ്രദീപ് അദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെയാണ്. അതായത് ഇങ്ങനൊരു ആശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടതായിരുന്നോ എന്നൊരു ചോദ്യം. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയ അജണ്ടയാണോ എന്നുള്ള സംശയവും അല്ലെങ്കിൽ അതൊരു വിഷയമായി ചോദിക്കപ്പെടുന്നതും. മാഡം, എനിക്കിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതിപ്പേര് ഉപയോഗിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഗവൺമെന്റ് ആർക്കും ഒന്നും കൊടുക്കല്ലേ. ഈ ഇപ്പൊ PSC എഴുതി കഴിഞ്ഞാൽ 100 കിടക്കുന്ന ഒരു നമ്പൂരി 1000 അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരു കുട്ടികൾ 100ാം റാങ്കിൽ കിടക്കുന്ന കുട്ടി വീട്ടിലിരിക്കുമ്പോൾ 1000ാം റാങ്കിൽ കിടക്കുന്നവൻ ഗവൺമെന്റ് ജോലി മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഈ മാധ്യമങ്ങളൊന്ന് ചർച്ച ചെയ്ത് ഒരു വലിയ ചർച്ചയായിട്ട് വരണം. ആർക്കും ഇനി സംവരണം കൊടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പട്ടികജാതിക്കാരൻ പണിക്ക് ജോലിക്ക് പോയാലും ഒരു നമ്പൂരി ജോലിക്ക് പോയാലും 4 ജോലിക്ക് പോയാലും ഇവർക്ക് ഒരേ കൂലിയാണ് കിട്ടുന്നത്. ആർക്കെങ്കിലും ജാതി താണാന്നും പറഞ്ഞ് കൂലി കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇപ്പൊ 1000 നമ്പൂരി അതപ്പതിച്ച് അതുപോലെ തന്നെ വലിയ ഉയർന്ന ജോലിയിൽപ്പെട്ട ആളുകളുടെ കുട്ടികൾക്ക് പഠിക്കാൻ നോക്കില്ല. മറ്റൊരു ഡോക്ടർ എഞ്ചിനീയറും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് ലക്ഷങ്ങൾ മുടക്കുമ്പോ നല്ല പഠിപ്പും നമുക്ക് നല്ല കവിതകൾ എഴുതാൻ പറ്റിയ നല്ല ഡോക്ടർമാരാകാൻ പറ്റിയ നല്ല സയന്റിസ്റ്റ് ആവാൻ പറ്റിയ ഗിരിജയാണ് എറണാകുളത്ത് പ്രതികരിച്ചത്. ഇപ്പോ വക്കച്ചൻ ചേരുന്നു. വക്കച്ചൻ, താങ്കളുടെ അഭിപ്രായം? ഈ ഉണ്ടിരുന്ന നായർക്കങ്ങ് ഉൾവിളി ഉണ്ടായി എന്ന് പറഞ്ഞ പോലെയായി കേന്ദ്രത്തിന്റെ സംവരണ പ്രഖ്യാപനം. അധികാരത്തിലേറി 4.25 വർഷം കഴിഞ്ഞപ്പോ ഉണ്ടായി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കണ്ടല്ലാതെ മറ്റെന്താണ്? വീണ്ടും അധികാരത്തിലേറാൻ ഇതുപോലുള്ള പൊടിക്കൈകൾ ഇനിയും ഇവരൊന്ന് പ്രതീക്ഷിക്കാം. ഈ രാഷ്ട്രീയ സദാചാര ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് ഇത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ, അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ, അത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അധികാരത്തിലേറി ഈ നാൾ വരെ തുറന്ന ദ്രോഹങ്ങളൊന്നും ജനം ഇതുകൊണ്ടൊന്നും മറക്കാൻ പോകുന്നില്ല. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ ഭൂരിപക്ഷം സഭയിൽ പാസ്സാക്കണം, രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം വേണം. അത്തരം ഒരുപാട് കടമ്പകളുള്ളപ്പോഴും ഇപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നത് അത് കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇനി ഇത് നിയമസഭകളിലെ അല്ല സംസ്ഥാന നിയമസഭകളിൽ പാസ്സാവണ്ടേ, അതുപോലെ 3/2 ഭൂരിപക്ഷത്തോട് പാസ്സാവണ്ടേ. പാസ്സായില്ലെങ്കിൽ ഇവർ കുറ്റം പറയുക ആരെയായിരിക്കും?
പിന്നെ പ്രതിപക്ഷത്തുള്ളവരെ. അപ്പൊ ഇവരിത് സമ്പർക്കത്തിലൊക്കെ അനുകൂലമായിരുന്നു, പക്ഷെ പ്രതിപക്ഷം സമ്മതിച്ചില്ല. അപ്പൊ അത് രാഷ്ട്രീയ ആയുധമാക്കി ഇലക്ഷനിൽ ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ രവി ചേരുന്നു പാലക്കാട് നിന്നും. രവി, താങ്കളുടെ നിലപാട്? ഇച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം സാധാരണക്കാരനിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാർ. ഉയർന്ന ജാതിയിൽ ഉൾപ്പെടുന്ന ആൾക്കാർ, അതിൽ നിന്നും ഒരു പിന്നോക്ക സംവരണം ആവശ്യമുണ്ടോ? അത് ഈ 4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗവൺമെന്റിന് ഇത് പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. ഹലോ, യെസ്, രവിയാണ് പാലക്കാട് നിന്ന് പ്രതികരിച്ചത്. ഇപ്പൊ തൃശ്ശൂരിൽ നിന്നും രാജു ചേരുന്നു. രാജു, താങ്കളുടെ അഭിപ്രായം? രാജു, കേൾക്കാമോ? രാജുവുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ അവ്യക്തത. സുഭാഷ് ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. സുഭാഷ്, താങ്കളുടെ നിലപാട്? തൃശ്ശൂര് പറയൂ. ഇത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് അജണ്ട തന്നെയാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം കൂടി വരാൻ ചിലപ്പോ അതിനുള്ള ശ്രമം സർക്കാർ എടുക്കണോ എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇതിൽ വളരെ നിർണായകമായത് ഇങ്ങനൊരു മൂവ് കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും എതിര് പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയമായി നല്ലൊരു തീരുമാനമാണ് അത്. അതിനെ നമ്മൾ അംഗീകരിക്കണു. പക്ഷെ ഇത് ഇപ്പൊ ചെയ്യേണ്ടതല്ല. നല്ല ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരായിരുന്നു, അത് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. സുഭാഷാണ് ആ നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോ സുബ്രഹ്മണ്യൻ ചേരുന്നു. സുബ്രഹ്മണ്യൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? സുബ്രഹ്മണ്യൻ, കേൾക്കാമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത ഈ അവസരത്തില് ഇങ്ങനെ ഒരു ഇത് കൊണ്ടത് രാഷ്ട്രീയ സ്റ്റണ്ട് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പരിപാടി തന്നെയാണ് ഇത്. തുടക്കത്തില് തന്നെ ഇത് പാവപ്പെട്ടവരുണ്ട് പിന്നെ ഉയർന്ന ജാതിയിൽ എന്നുള്ള സത്യമാണ്. ഒരു പേര കിട്ടണമെങ്കിൽ വരെ ജാതി പ്രശ്നമായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഇത് നല്ല കാര്യം തന്നെ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം ഇത് വെച്ചുകൊണ്ട് ഈ 5 കൊല്ലത്തിന്റെ അവസാനം വെച്ചുകൊണ്ട് ഇത് കൊണ്ടുവരുന്നത്, ഇപ്പൊ ഇതിന്റെ മുന്നേ പറഞ്ഞ മാതിരി ഇത് പാസ്സായി വരണം എന്നുണ്ടെന്ന് വെച്ചാൽ കുറെ കടമ്പകളുണ്ട്. അതൊന്നും കടക്കും തോന്നുന്നില്ല. ഇത് BJPന്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സുബ്രഹ്മണ്യനാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ജിമോൻ ചേരുന്നു. ജിമോൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാല് ഈ സംവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മതേതര രാഷ്ട്രത്തില് ജാതി തിരിച്ചൊരു സംവരണത്തിന്റെ ആവശ്യമില്ല. സാമ്പത്തിക സംവരണം മാത്രം മതി. കാരണം ഈ ജാതി തിരിച്ച് സംവരണം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾക്കിടെ എല്ലാം കാരണം. ഈ ഹിന്ദുത്വവും അല്ലെങ്കിൽ ന്യൂനപക്ഷവും ഇങ്ങനെ ഒരു കാര്യം. ഇന്ത്യയിൽ താമസിക്കുന്നവരെല്ലാവരും ഇന്ത്യക്കാരാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് സംവരണം കൊടുക്കുന്ന ഒരു നയമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇപ്പൊ മുന്നോക്കത്തിനും കുറച്ച് കൊടുക്കുക, പിന്നോക്കത്തിന് കൂടുതൽ കൊടുക്കുക, അങ്ങനെയുള്ള ആ സംവിധാനം തെറ്റാണ്. ജിമോനാണ് പ്രതികരിച്ചത്. സ്വാഭാവികമായും ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങൾ, ആ അനുച്ഛേദങ്ങളാണ് മാറ്റപ്പെടേണ്ടി വരിക കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ പ്രഖ്യാപനം നടപ്പാവുകയാണെങ്കിൽ. പക്ഷേ അതിനുള്ള കടമ്പകൾ ഏറെയാണ്. ബിനുകുമാർ ചേരുന്നു. ബിനുകുമാർ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ സാറേ, നമസ്കാരം. പറയൂ സാറേ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഈ സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ നടത്തിയ വളരെ നല്ല ഒരു കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ബിനു, ബാക്കി പറഞ്ഞോളൂ. ബിനുവുമായിട്ട് ഇപ്പോൾ സർക്കാർ ജോലിയിൽ സംവരണം 50% അധികം പാടില്ലെന്ന സുപ്രീം കോടതി വിധി ഭരണഘടനാ ഭേദഗതിയുടെ മറികടന്ന് 60% എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നു. പക്ഷേ അത്തരമൊരു ഭേദഗതിയുടെ സാധ്യതകൾ ഈ അവസാന സമയത്ത് അത് എത്രമാത്രം, അത് തന്നെയാണ് ഒരു വലിയ ചോദ്യവും. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകരും ചേരുന്നു. സുഗതൻ പന്തളത്ത് നിന്നും. സുഗതൻ, താങ്കളുടെ അഭിപ്രായം? ഇത് നല്ലൊരു കാര്യമാണ്, പക്ഷേ ഒരുപാട് കടമ്പകൾ കിടക്കണം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഇത് നടത്തിയതിൽ സർക്കാരിനുള്ള ഇതിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കേരളത്തിൽ ഗവൺമെന്റ് ദേവസ്വം ബോർഡിൽ 10% സാമ്പത്തിക സംവരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയതാണ്. അതുകൊണ്ട് ഇതിന്റെ അവകാശവാദം കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിയില്ല. ഇത് ഇടതുപക്ഷ മുന്നണി കാണിച്ചത് അതേ രീതിയിൽ തന്നെ നടപ്പാക്കുന്ന പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്.
കാര്യം അത് പിണറായി വിജയന്റെയും ഇടതു മുന്നണിയുടെയും സൃഷ്ടിയാണ് എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ട കാര്യം. സുഗതൻ പന്തളത്തു നിന്നും രജനി ചേരുന്നു വയനാട്ടിൽ നിന്നും. രജനി, എന്താണ് താങ്കളുടെ നിലപാട്? ഇത് സാമ്പത്തിക സംവരണം ആവശ്യമാണ്. ആർക്കും സംവരണം പാടില്ല. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ആണ് സംവരണം വേണ്ടത്. സാമ്പത്തിക മുന്നോക്ക ജാതിയിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എത്രയോ ഉണ്ട്. എത്രയോ പിള്ളേര് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരും ഒക്കെ ആയിട്ട് ഭയങ്കര കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാ തരത്തിലും ഒരു സഹായവും കിട്ടാതെ ജാതി നോക്കാതെ സാമ്പത്തികമായിട്ട് ഉള്ള സംവരണമാണ് ആവശ്യം. യെസ്, അനിത ചേരുന്നു നീലഗിരിയിൽ നിന്നും. അനിത, എന്താണ് താങ്കളുടെ അഭിപ്രായം? അനിത, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ പറയൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അല്ല, ഞാന് പന്തല്ലൂരിലാണ് താമസിക്കുന്നത്. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. എനിക്ക് മനസ്സിലായില്ല താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്. ടെലിഫോൺ കട്ടായി പോവുകയും ചെയ്തു എന്ന് തോന്നുന്നു. ദീപക് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ദീപക് പറയൂ. ഹലോ സാറേ, ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലെ ഒരു ന്യൂസ് കണ്ടു. അതായത് സവർണർക്ക് സംവരണം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട്. സാറേ, ഇങ്ങനെ ഇത്രയും വിപ്ലവകരമായിട്ടുള്ള മാറ്റം രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ സാർ ഇങ്ങനത്തെ ഒരു ന്യൂസ് കൊടുക്കണതിന്റെ അപ്പൊ ഈ സവർണരും അവർണരും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പണിയല്ലേ സാർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്? ക്ഷമിക്കണം, സോഷ്യൽ മീഡിയ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്, ഞാനത് കണ്ടിട്ടില്ല. ഞങ്ങൾ കൊടുത്ത വാർത്ത കേന്ദ്ര സർക്കാർ മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം എന്നുള്ളതാണ്. അതുതന്നെയാണ് വാർത്ത ഞാൻ കൊടുത്തിട്ടുള്ളതും അതുതന്നെയാണ് ഇതിൽ പോകുന്നതും. മറ്റൊരർത്ഥം ഞങ്ങൾ ഏതായാലും ഈ ചാനലിൽ കൊടുത്തിട്ടില്ല. നന്ദി. അടുത്ത ആൾ വരാം, അതിലേക്ക് വരാം. ഇപ്പോൾ ജോബിൻ ചേരുന്നു. ജോബിൻ പറയും. ജോബിൻ, എന്താണ് താങ്കളുടെ നിലപാട്? ജോബിനുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ വ്യക്തതയുണ്ട്. ഏതായാലും 1992 ഇന്ദിരാ സാവ്നി കേസിൽ ജാതി സംവരണത്തിന് സുപ്രീം കോടതി നിശ്ചയിച്ച പരിധി 50%. OBC ST വിഭാഗത്തിന്റെ പുറമെ 10% സാമ്പത്തിക സംവരണം കൂടിയാകുമ്പോൾ ഇത് 60%. ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയാൽ അത് കോടതി ചോദ്യം ചെയ്യുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ കോടതി ഇത് ചോദ്യം ചെയ്താൽ നിയമം നടപ്പിലാകാൻ പിന്നെയും കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇത് നടപ്പാക്കണമെങ്കിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു പ്രഖ്യാപനം അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഗുണങ്ങൾ, ദോഷങ്ങൾ, രാഷ്ട്രീയമായ ധ്രുവീകരണങ്ങൾ അതുതന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ചന്ദ്രൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ചന്ദ്രൻ, പറയൂ താങ്കളുടെ അഭിപ്രായം. സാർ, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാർക്ക് ഏകദേശം 50 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷം ഉണ്ടായ ഒരിതാണ്. അതൊരു രാഷ്ട്രീയ സ്റ്റണ്ടായിട്ട് കാണാതെ തന്നെ സാധു ജനങ്ങൾക്ക് അതൊരു ഗുണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണത്. അതായത് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ഒരു ന്യൂനപക്ഷം ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് സാർ. ഇതിനെ രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന് പറയാതെ അവരുടെ കാലാവധി പൂർത്തിയാക്കുന്ന സമയത്താണ് ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത് കാരണം കൊണ്ട് പലരും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അത് നടപ്പിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് സാർ അത്. ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് പ്രതികരിച്ച്. ഇപ്പോൾ തുളസീധരൻ ചേരുന്നു. തുളസീധരൻ, താങ്കളുടെ അഭിപ്രായം. ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞാണ്. അമ്മരണത്തിന്റെ അന്തസ്സത്തെ തകർക്കുന്നതാണ്. കാരണം സമ്പത്തില്ലാത്ത മുന്നോക്ക ജാതിക്കാർക്ക് ഉണ്ടെങ്കിൽ, അത് എല്ലാ ജാതിക്കാർക്കും എല്ലാ വിഭാഗങ്ങൾക്കിടയിലുണ്ട്, അവരുണ്ടെങ്കിൽ അവർക്ക് ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേമ പദ്ധതികളാണ്. സംവരണത്തിന്റെ ഉദ്ദേശം അതല്ല. അപ്പോൾ ഇത് ഈ രാജ്യത്തെ ഭരണഘടനാ ലംഘനമാണ്, ഭരണഘടനയുടെ വെല്ലുവിളിക്കുന്നതാണ്, ഭരണഘടനയുടെ അന്തസ്സിനോടുള്ള വെല്ലുവിളിയാണ്. ഈ ഭരണഘടനാ അന്തസ്സിനെ ഈ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർ ഇന്ത്യയിൽ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയൻ, NK പ്രേമേന്ദ്രൻ MP, കേരളത്തിൽ നിന്ന് NSS, ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ സവർണ പക്ഷപാതിത്വമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സ്വാഗതം ചെയ്യുമ്പോൾ ഈ ഉത്തരം വളരെ ലളിതമാണ്. രാജ്യത്തെ ഒരു പക്ഷം രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിനെതിരാണ് ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികൾ എന്നതാണ്. പക്ഷെ ഈ രാജ്യത്ത് 30 കോടി വരുന്ന ദളിതരും പിന്നോക്കരും ന്യൂനപക്ഷങ്ങളും ഉള്ളപ്പോൾ ഇത് നടപ്പിലാക്കാവുന്നത് വെറും വ്യാമോഹം മാത്രമാണ്.
തുളസീധരനാണ് പ്രതികരിച്ചത് ആലപ്പുഴയിൽ നിന്നും. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. സാമ്പത്തിക സംവരണമാണ് നമ്മുടെ വിഷയം. പ്രേക്ഷകർ സജീവമായി തന്നെ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഷാജി ആണ് ചേരുന്നത് പ്രതീക്ഷിക്കുന്നു. ഷാജനാണ് ചേരുന്നത്. ഷാജൻ, താങ്കളുടെ അഭിപ്രായം? ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുക. പറയും. സാമ്പത്തിക സംവരണം എന്തുകൊണ്ടും നല്ലത് തന്നെ. സാമ്പത്തിക സംവരണം ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സമൂഹത്തില് നല്ലത് തന്നെ, തീർച്ചയായിട്ടും നല്ല. യെസ്, ഷാജനാണ് പ്രതികരിച്ച് കൊട്ടാരക്കരയിൽ നിന്നും. ജോവിൻ ചേരുന്നു ചെങ്ങന്നൂരിൽ നിന്നും. ജോവിൻ, താങ്കളുടെ അഭിപ്രായം? സാറേ, ഈ സാമ്പത്തിക സംവരണം എന്നത് തന്നെ അത് ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം നമുക്കറിയാം, ഈ സംവരണത്തിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ തന്നെ അത് ജാതിയാണ്. ഇപ്പോൾ ഒരു സ്ത്രീ, ഒരു ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ കുറയ്ക്കുന്നത് കേട്ടു. പട്ടികജാതിക്കാരും മറ്റുള്ളവരും ഒക്കെ വളരെ ഇതായിട്ട് സംവരണം ഇപ്പം അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഓഫീസുകളൊക്കെ ചെന്ന് നിങ്ങൾ നോക്കണം. അവിടുത്തെ ഓഫീസർമാരോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോ ആരെങ്കിലും പട്ടികജാതി വിഭാഗത്തിലോ ഇല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. എല്ലാം NSS നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തരുത്. പിന്നെ അതുപോലെ തന്നെ ഈ സംവരണം അതൊരു സാമ്പത്തിക സംവരണം അത് BJPയുടെ ഒരു വെറും പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. അതിക്കുള്ള പറയുന്നു പറയാനില്ല. ജോബിനാണ് ചങ്ങനൂരിൽ പ്രതികരിച്ച്. ഹസിൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ഹസിൻ, താങ്കളുടെ അഭിപ്രായം? താങ്കൾ കേൾക്കാമോ? കേൾക്കാമെങ്കിൽ പറയും. സ്റ്റാൻലി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സ്റ്റാൻലി, എന്താണ് താങ്കളുടെ അഭിപ്രായം? സ്റ്റാൻലി, കേൾക്കാമോ? രണ്ടുപേർക്കും ടെലിഫോണിൽ ഇപ്പോൾ കേൾക്കുന്നില്ല. ടെലിഫോൺ കണക്ഷനിൽ ചില വ്യക്തി. ഏതായാലും ഇത്രയും നേരം സംസാരിച്ച വിവിധ രീതിയിൽ പ്രേക്ഷകർ പ്രതികരിക്കുന്നു. പ്രേക്ഷകരുടെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള വേദി കൂടിയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് വർഷം സാമ്പത്തിക സംവരണം രാഷ്ട്രീയ തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കാനുള്ള കടമ്പകൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റു പാർട്ടികളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനം. സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന CPM അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വർഷം ബില്ല് പാസ്സാക്കാൻ BJPക്ക് ഒപ്പം നിൽക്കുമോ എന്നുള്ളതും വലിയ കൗതുകമേറിയ ചോദ്യവുമാണ്. അജേഷ് ചേരുന്നു ഇപ്പോൾ. അജേഷ്, താങ്കളുടെ അഭിപ്രായം? അജേഷ്, കേൾക്കാമോ? കേൾക്കാമോ? ഇത് വളരെ നല്ല കാര്യമാണ്. കാരണം സാമ്പത്തികമായി മുന്നോക്ക വളരെ കഷ്ടപ്പെട്ട ആൾക്കാർ അവർക്ക് അധികം ഗുണം ലഭിക്കുന്നതാണ്. അജേഷാണ് പ്രതികരിച്ചത്. സാമ്പത്തിക അജയ്കുമാർ ചേരുന്നു അടൂരിൽ നിന്നും. അജയ്കുമാർ, താങ്കളുടെ അഭിപ്രായം? ഹലോ അജയ്കുമാർ, കേൾക്കാമോ? കേൾക്കാമോ? പറഞ്ഞോളൂ. കേൾക്കാം. അജയ്കുമാർ, പറഞ്ഞോളൂ, കേൾക്കാം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജാതി സംവരണമാണ് നമുക്ക് നിലവിലുള്ളത്. അതിനെ മറികടന്നാണ് സാമ്പത്തിക സംവരണം. അത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങൾ ഇതിനായി ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് ഇതാണെന്നാണ് താങ്കൾ പ്രതികരിക്കുന്നത്. ഇപ്പം ജിൻഷു ചേരുന്നു തൊടുപുഴയിൽ നിന്നും. ജിൻഷു, താങ്കളുടെ നിലപാട്? ഇത് വളരെ കൃത്യമായിട്ട് ഒരു ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഈ ഭരണാധികാരികളൊക്കെ തന്നെ ചെയ്യുന്നത്. ഭരണഘടന രാജ്യസ്നേഹത്തിന്റെ മാതൃകയാണെന്നും ഒക്കെ തന്നെ പറയുന്ന ആളുകൾ വളരെ കൃത്യമായും കേരളത്തിലെയും ഇന്ത്യയിലും എല്ലാം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നടപടിയാണത്. മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, മനുഷ്യരെല്ലാവരും തുല്യരായി കാണാൻ ആഗ്രഹിക്കുന്ന പൊതുബോധത്തെ വളരെ കൃത്യമായും വഴിതെറ്റിച്ചുകൊണ്ട് എല്ലാവരും തുല്യരാണെന്ന് പറയും. കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ സാമൂഹ്യമായി നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തെ മറികടക്കാനും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം, അതിന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ? വ്യക്തമായില്ല. ഈ കേന്ദ്ര സർക്കാർ തീരുമാനത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം, അതിനെങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷത്തിന്റെ വളരെ കൃത്യമായും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനു മുമ്പ് തന്നെ സാമ്പത്തിക സംവരണം അടക്കമുള്ള കാര്യങ്ങൾക്കൊപ്പം ഈ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ സാമ്പത്തിക സംവരണ കാര്യത്തിൽ അല്ലെങ്കിൽ സാമുദായിക സംവരണ വിരുദ്ധതയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നും തന്നെ വ്യത്യസ്ത അഭിപ്രായക്കാരല്ല എന്നുള്ളത് വളരെ ഗൗരവമായി കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ജാതി വ്യവസ്ഥയെ പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്നെല്ലാം വാദിക്കുന്ന ആളുകൾ
വളരെ കൃത്യമായും സവർണപക്ഷം ചേരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ജിൻഷു ആണ് തൊടുവെന്ന് പ്രതികരിച്ചത്. ഇപ്പൊ മുജീബ് ചേരുന്നു മസ്കറ്റിൽ നിന്നും. മുജീബ്, താങ്കളുടെ അഭിപ്രായം? ഹലോ മുജീബ് പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ. ഞാൻ മസ്കറ്റിൽ നിന്ന് വിളിക്കുന്നു. എന്റെ പേര് മുജീബ് എന്നാണ്. അപ്പൊ ഇത് ഈ ഇപ്പൊ ഒരുപാട് പേര് പ്രതികരിച്ച് കണ്ടായിരുന്നു. ഈ സാമ്പത്തിക സംവരണം വരുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? സാർ, ഈ ഉയർന്ന ജാതിക്കാർ, മുന്നോക്ക ജാതിക്കാരിൽ തന്നെ പലരും ഞാൻ അറിയുന്ന ആൾക്കാർ ഒരുപാട് പേര് അവസരം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് കൂടി സംവരണം കൊടുക്കുന്നതുകൊണ്ട് എന്താണ് കൊടുത്തത്? ഇപ്പം നിലവിലുള്ള മറ്റ് സമുദായക്കാർക്കുള്ള സംവരണം നിർത്തലാക്കിയിട്ടല്ലല്ലോ കൊടുക്കുന്നത്. പക്ഷേ ഇതിപ്പോ നടപ്പിലാക്കേണ്ട സമയം ഡിക്ലെയർ ചെയ്ത സമയം ശരിയായില്ല. ഇത് പാർലമെന്റ് ഇലക്ഷൻ നേരത്തേക്ക് മുന്നിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. ഇതിപ്പം പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും വെച്ചിട്ടായിരുന്നാലും പാസ്സായില്ലെങ്കിലും അവർക്ക് അവരെ അജണ്ട കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. മുജീബാണ് മസ്കറ്റിൽ നിന്ന്. അപ്പോൾ ജെയിംസ് ആയിരുന്നു ഡൽഹിയിൽ നിന്നും. ജെയിംസ്, താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറഞ്ഞാലേ, സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ അർഹതയുള്ളവർക്ക് കിട്ടത്തില്ല, അർഹതയുള്ളവർ തട്ടിപ്പോവും, വെളിയിൽ പോവും. പിന്നെ ഈ സംവരണം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ മുൻ ജാതിക്കാരാണ് ഓഫീസ് ലൈനിലൊക്കെ ഇരിക്കുന്നത്. അവരുടെ പേരിനോട് കൂടി തന്നെ അവർ ജാതി പേര് ചേർത്ത് അവർക്ക് മേൽക്കോത വേണമെന്ന് ആവശ്യപ്പെടുകയും പിന്നെ സംവരണം വേണമെന്ന് ആവശ്യപ്പെടുക, ഈ രണ്ടും കൂടെ അത് ശരിയാകത്തില്ല. സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ എല്ലാവരുടെയും പേരിന്റെ കൂട്ടത്തിൽ മുൻജാതിക്കാരുടെ അവരുടെ ആ പേരിന്റെ കൂട്ടത്തിൽ ജാതി പേര് ചേർക്കരുത്. ജെയിംസ് ആണ് ഡൽഹിയിൽ നിന്നും പ്രതികരിച്ചത്. മനോജ് ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. മനോജ്, താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇത് വളരെ വളരെ നല്ല ഒരു നീക്കമാണ്. കാരണം നമ്മൾ ഫൈനലി എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ദേശത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കുക, ദേശത്തിന്റെ ഉന്നതി. ഓക്കെ, ഇപ്പൊ ഈ കോൾ പ്രതികരിച്ച ആൾക്കാരെ കണ്ടാലറിയാം. ഞാൻ ജാതിക്ക് അതീതമായിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, എന്നെ സംഖ്യയാക്കുകയോ കോൺഗ്രസ് ആക്കുകയോ കമ്മിയാക്കുകയോ ചെയ്യരുത്. നമ്മൾ ഫൈനലി നമ്മളുടെ അടുത്ത തലമുറ, വരാനിരിക്കുന്ന തലമുറകൾ, ഇവരെല്ലാം നോക്കി വേണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വനിതാ മതിലും അതിന് നേതൃത്വം നൽകിയ ആളും അദ്ദേഹം സമയപരിമിതി കാരണമാണ് മനോജ് തങ്ങളുടെ ഇതിലെ അടുത്ത വ്യക്തിയിലേക്ക് വന്നു. കൃഷ്ണപ്രസാദിന്റെ തൃശ്ശൂരിൽ നിന്ന് ടെലിഫോണിൽ ഹോൾഡ് ചെയ്യുന്നു. കൃഷ്ണപ്രസാദ്, താങ്കളുടെ അഭിപ്രായം? കൃഷ്ണപ്രസാദ് ടെലിഫോൺ ബദലാവത്. ഏതായാലും സമയം അനുവദിക്കപ്പെട്ട സമയം തീർന്നിരിക്കുന്നു 6:55. ഏതായാലും സജീവമായി തന്നെ പ്രേക്ഷകർ ഈ വിഷയത്തോട് പ്രതികരിച്ചു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.